ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളെ ബേസ് ചെയ്ത് എല്ലാ ആഴ്ചയിലിടുന്ന ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. 1924 മാർച്ച് 30 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചത് എന്നാണ്? അപ്പോൾ 1925 നവംബർ 23-നാണ്. 1925 നവംബർ 23. അപ്പോൾ ഇന്തോ പസഫിക് മേഖലയിലെ ആധിപത്യത്തിനായുള്ള ചൈനയുടെ ശ്രമം തടയുക എന്ന ഉദ്ദേശത്തോടുകൂടെ രൂപം കൊണ്ട ആണവ മുങ്ങിക്കപ്പൽ കരാറിൻ്റെ പേരെന്താണ്? ഓക്സ് എന്നാണ്. ഇന്തോ പസഫിക് മേഖലയിലെ ആധിപത്യത്തിനായുള്ള ചൈനയുടെ ശ്രമം തടയുക എന്ന ഉദ്ദേശത്തോട് രൂപം കൊണ്ട ആണവ മുങ്ങിക്കപ്പൽ ഓക്സ്. നാവികസേനയുടെ ഭാഗമായ INS ദ്രോണാചാര്യയ്ക്ക് ലഭിച്ച രാഷ്ട്രപതിയുടെ ഉയർന്ന ബഹുമതിയുടെ പേരെന്ത്? പ്രസിഡൻസ് കളർ എന്നാണ്. നാവികസേനയുടെ ഭാഗമായിട്ടുള്ള INS ദ്രോണാചാര്യയ്ക്ക് ലഭിച്ച രാഷ്ട്രപതിയുടെ ഉയർന്ന ബഹുമതിയുടെ പേരാണ് പ്രസിഡൻസ് കളർ. അടുത്തത്, കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ പുതിയ അധ്യക്ഷനായൊരു മലയാളി ആരാണ്? വി നാഗദാസ്. അപ്പോൾ 2023 മാർച്ച് 3 അന്തരിച്ച ജപ്പാൻകാരനായ കെൻസോ ബുറോ, അതായത് 88, ഏത് മേഖലയിൽ പ്രശസ്തി നേടിയൊരു വ്യക്തിയാണ്? നോബൽ സാഹിത്യ സമ്മാനത്തെ ജേതാവാണ്. അപ്പോൾ 2023 മാർച്ച് 3 അന്തരിച്ച ജപ്പാൻകാരനായുള്ള കെൻസോ ബുറോ എന്ന് പറയുന്നത് നോബൽ സാഹിത്യ സമ്മാന ജേതാവാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പുതിയ US സ്ഥാനപതി ആരാണ്? അത് എറിക് ഗാർസേട്ടി എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഇന്ത്യയിലെ പുതിയ US സ്ഥാനപതിയാണ് എറിക് ഗാർസേട്ടി. അപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഏത് രാഷ്ട്രത്തലവന് എതിരെയാണ് അടുത്തിടെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്? അത് വ്ളാഡിമിർ പുടിൻ്റെയാണ്. അപ്പോൾ അന്താരാഷ്ട്ര ഈ ക്രിമിനൽ കോടതി ഏത് രാഷ്ട്രത്തലവനെതിരെയാണ് അടുത്തിടെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്? വ്ളാഡിമിർ പുടിൻ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിനുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷൻ്റെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ എത്ര കോടി രൂപ പിഴ ചുമത്തി? 100 കോടി രൂപയാണ് പിഴ ചുമത്തിയത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ തീപിടുത്തത്തിലെ കൊച്ചി കോർപ്പറേഷന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ പിഴ കൊടുത്തത് 100 കോടി ആണ്. 2023 മാർച്ച് 20 ഏത് സംസ്ഥാന നിയമസഭാംഗത്തിൻ്റെ അംഗത്വമാണ് കേരള ഹൈക്കോടതി അസാധുവാക്കിയത്? M രാജ. CPM ആയ M രാജ. 2023 മാർച്ച് 20 ഏത് സംസ്ഥാന നിയമസഭാംഗത്തിൻ്റെ അംഗത്വമാണ് കേരള ഹൈക്കോടതി അസാധുവാക്കിയത്? A രാജ. CPM. ലോക കവിതാ ദിനം മാർച്ച് 21 ലോക കവിതാ ദിനം. ലോക കവിതാ ദിനം മാർച്ച് 21. 2023 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ജേതാക്കളാണ് ATK മോഹൻ ബഗാൻ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ജേതാക്കളാണ് ATK ബഗാൻ. ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ മേധാവിയായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ജിയാനി ഇർഫാന്റിനോ. ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ മേധാവി ജിയാനി. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതാരെ? കർണാടക ആണ്. അപ്പോൾ 2023 സന്തോഷ് ട്രോഫി കർണാടക. അപ്പോൾ റിയാദിൻ്റെ കിങ് ഫഹദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മേഘാലയയാണ് തോൽപ്പിച്ചത്. പഞ്ചാബിനെ തോൽപ്പിച്ച സർവീസസ് ആണ് 3-ാം സ്ഥാനം നേടിയത്. ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ക്രെയ്ഗ് ഫുൾട്ടൺ ആണ്. ദക്ഷിണാഫ്രിക്കക്കാരനായ ക്രെയ്ഗ് ഫുൾട്ടൺ ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകനായിരുന്നു. ക്രെയ്ഗ് ഫുൾട്ടൺ. അപ്പോൾ ഗർഭഛിദ്രം വഴി നശിപ്പിക്കപ്പെട്ട ജീവനുകളുടെ ഓർമ്മക്കായി സ്മാരകം നിർമ്മിക്കുന്ന എവിടെയാണ്? അർക്കാൻസസിൽ, USAയിലുള്ള അർക്കാൻസസ്. ഗർഭഛിദ്രം വഴി നശിപ്പിക്കപ്പെട്ട ജീവനുകളുടെ ഓർമ്മക്കായി സ്മാരകം അർക്കാൻസസിലാണ്, USAയിൽ നിർമ്മിക്കപ്പെട്ടു. സ്വകാര്യ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സ്മാരക നിർമ്മാണം. 2022 സരസ്വതി സമ്മാനം നേടിയതാരാണ്? ശിവശങ്കരി. തമിഴാണ്. 2022 സരസ്വതി സമ്മാനമാണ് ശിവശങ്കരി. രാജ്യത്തെ ആദ്യ വിദേശ സർവകലാശാല ക്യാമ്പസ് നിലവിൽ വന്ന എവിടെയാണ്? ഗുജറാത്തിൻ്റെ ഗാന്ധിനഗറിലാണ്. അപ്പോൾ ബോർഡൻ ഗാവസ്കർ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര നേടിയത് ഇന്ത്യയാണ്. ബോർഡർ ഗാവസ്കർ ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്ത്യക്കാണ് നേടിയത്. അപ്പോൾ തുടർച്ചയായി 4-ാം തവണയാണ് ഇന്ത്യ ഈ പരമ്പര നേടിയെടുത്തത്. അപ്പം ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ ഒരു ആഴ്ചയിലുള്ള ആനുകാലികത്തിൽപ്പെട്ടത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഒരു ലൈക്കെങ്കിലും നമ്മൾ ഇതിന് കൊടുക്കണമെന്ന് ഒരു അപേക്ഷയ്ക്കും കൂടെ വെക്കുന്നു.